ഹായ് ഓൾ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ്. അതും ഒരു സമ്മർ സ്പെഷ്യൽ സ്കിൻ കെയർ വീഡിയോ ആയിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ മാർച്ചിൽ നിന്ന് ഏപ്രിലിലോട്ട് കടക്കുകയാണ്. സമ്മറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ടൈമിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ് പുറത്ത്, നല്ല ചൂടാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിൻ നല്ലതുപോലെ ഡീഹൈഡ്രേറ്റഡ് ആകുന്നുണ്ട്, നല്ലതുപോലെ ടാൻഡ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും സമ്മർ സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും സ്കിൻ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ സ്കിൻ പെട്ടെന്ന് തന്നെ ടാൻഡ് ആവുകയും UV റേസ് നമ്മുടെ സ്കിന്നെ നല്ലതുപോലെ ഡാമേജ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പുറത്തിറങ്ങുന്ന സമയത്ത് നല്ലതുപോലെ ഒരു സമ്മർ സ്കിൻ കെയർ ഫോളോ ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ടോണറും മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനുമാണ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് സമ്മർ എസെൻഷ്യൽസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ മുഖത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സൺ എക്സ്പോസ്ഡ് ആകുന്ന എല്ലാ ഭാഗങ്ങളും, അതുപോലെ അതായത് നമ്മുടെ കൈകൾ, കാലുകൾ എല്ലാം നല്ലതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നല്ല ടാൻഡ് ആകും. ആ ടാൻ പോകാൻ നല്ല സമയവും എടുക്കും. സൺസ്ക്രീൻ നമ്മൾ ഡെയിലി ഒരു തവണ മാത്രം അപ്ലൈ ചെയ്താൽ പോലെ ഒരു 4 hours കൂടുന്ന സമയത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ടാനിൽ നിന്ന് നമ്മുടെ സ്കിന്നെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അതും നല്ലൊരു സൺസ്ക്രീൻ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. UVA റേഡിയേഷൻസ് ഉണ്ട്, UVB റേഡിയേഷൻസ് ഉണ്ട്. ഇതിനൊക്കെ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു SPF 50 എങ്കിലും അടങ്ങിയിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്റ്റിംഗ് സൺസ്ക്രീൻ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സമ്മർ സ്കിൻ കെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു സൺസ്ക്രീൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് പിൽഗ്രിം എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. പിൽഗ്രിം ഇപ്പോൾ അവരുടെ കുറേ അധികം സൺസ്ക്രീൻസ് അവരുടെ റേഞ്ചിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പിൽഗ്രിമിൻ്റെ ഈ ഒരു 2% നയാസിനമൈഡ് ഗ്ലോ സൺസ്ക്രീനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഈ സൺസ്ക്രീനാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഈ ഒരു വീഡിയോയിലൂടെ. ഇത് SPF 50 അടങ്ങിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ്. 50 ഗ്രാമിൻ്റെ പാക്കേജാണ്. ഇതിൻ്റെ MRP വന്നിരിക്കുന്നത് 395 റുപ്പീസാണ്. PA++ അടങ്ങിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീനാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന 2% നയാസിനമൈഡും അതുപോലെ തന്നെ സ്പാനിഷ് സ്ക്വാലൈനുമാണ് കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണെന്ന് ഞാൻ ഓൾറെഡി പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കേട്ടോ. ഇതൊരു ട്യൂബുലാർ പാക്കേജാണ്. ഈ ട്യൂബ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് സ്ക്വീസ് ചെയ്തെടുക്കാൻ പാകത്തിനാണ് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത്. ഇങ്ങനെയാണ് ഈ സൺസ്ക്രീനിൻ്റെ ടെക്സ്ചർ വരുന്നത്. വളരെ ക്രീമിയായ ലൈറ്റായ സൺസ്ക്രീനാണിത്. കുറച്ച് ഫ്ലോയിയായ കൺസിസ്റ്റൻസിയാണ് ഈ ഒരു സൺസ്ക്രീനിന് വരുന്നത്. 2 ഫിംഗേഴ്സ് നിറയെ സൺസ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ മുഖത്തും കഴുത്തിലും കയ്യിലും സൺ എക്സ്പോസ്ഡ് ആകുന്ന എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന അത്രയും സൺസ്ക്രീൻ നമുക്ക് കിട്ടും. ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുകയാണ്. നല്ല ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബ്രോഡ് സ്പെക്ട്രം UVA UVB പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ടാനിങ് പ്രിവെൻറ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ഗ്ലോ എൻഹാൻസ് ചെയ്യാനും കൂടെ സൺ പ്രൊട്ടക്ഷനും നൽകുന്ന ഒരു നല്ല അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 1 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്കിന്നിൻ്റെ ഈ സൺസ്ക്രീൻ എങ്ങനെയാണ് സെറ്റ് ആയിരിക്കുന്നതെന്ന്. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും റീഅപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു നോൺ ഗ്രീസി ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോയും നമ്മുടെ സ്കിന്നിന് കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. എന്തുകൊണ്ടാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടമാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ്, അതുപോലെ തന്നെ ക്രീമി ടെക്സ്ചറാണ്. പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ്ഡ് ആകുന്നുണ്ട്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പെട്ടെന്ന് തന്നെ ഇത് സ്പ്രെഡ് ആകുന്നതുകൊണ്ട് ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല. നോർമലി ഒരുപാട് സൺസ്ക്രീൻസിന് ഉള്ളൊരു പ്രോബ്ലമാണ് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. ആ വൈറ്റ് കാസ്റ്റിൻ്റെ പ്രോബ്ലം തീരെ ഇല്ലാത്ത നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് പിൽഗ്രിമിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. പിൽഗ്രിമിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കണമെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ ലഭിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പർച്ചേസ് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൺസ്ക്രീനാണ്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സൺസ്ക്രീനാണ്. എസ്പെഷ്യലി സമ്മർ ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു സൺസ്ക്രീനാണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുടെ അടുത്ത തവണ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.